നമസ്കാരം. ഇസ്രായേലുമായുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച 110 ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ഒരു പ്രത്യേക വിമാനം ഇന്ന് പുലർച്ചെ ദില്ലിയിലെത്തി. കേന്ദ്ര സർക്കാരിന്റെ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായാണ് ഈ ഒഴിപ്പിക്കൽ നടത്തിയത്. ഇറാനിലെ ഉർമിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികളെ ആദ്യം ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ അർമീനിയയിലേക്ക് മാറ്റി. 110 വിദ്യാർത്ഥികളിൽ 90 പേർ കശ്മീർ താഴ്വരയിൽ നിന്നുള്ളവരാണെന്നാണ് റിപ്പോർട്ടുകൾ. മുൻകരുതൽ നടപടിയായി ടെഹ്റാനിലെ ഇന്ത്യക്കാരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. इंडियन एम्बेसी ने हमारे लिए सब कुछ ऑलरेडी प्रिपेयर्ड रखा था, हमें उतनी प्रॉब्लम नहीं हुई. बस हम थक गए हैं, 3 दिन से सफर कर रहे हैं. किस तरह के बिहेवियर था वहाँ पे लोगों का, जिस हिसाब से वहाँ पे माहौल था? किन लोगों का? ईरानियों का, ईरानियंस का. उनको कुछ नहीं, उनको पता ही नहीं था. आप जब यहाँ तक पहुँचे कैसे हालात थे वहाँ के, और यहाँ तक पहुँचना जब हम उर्मिया से निकले तो उधर हालत उतने ख़राब नहीं थे. हमें डॉम के सामने से, विंडो के सामने से मिसाइल्स जाती हुई दिखती थी. और एक बार बस एक इंसिडेंट मुझे याद है जो हुआ था कि हमारे 3 बजे रात को हमारे डॉम के ऊपर से एक मिसाइल निकली थी, तो हमारी पूरी विंडो हिल गई थी. ഇറാനിലെ ഇന്ത്യൻ എംബസി നിരവധി വ്യക്തികളെ അർമേനിയയിലേക്ക് കടക്കാൻ സഹായിച്ചു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും സമയോചിതമായ ഇടപെടലിന് ജമ്മു കശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ നന്ദി അറിയിച്ചു. നിരവധി വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും തങ്ങളുടെ കുട്ടികളെ കാത്ത് വിമാനത്താവളത്തിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കാണാമായിരുന്നു. ഇതിന്റെ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കൂടാതെ ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തിയ വിദ്യാർത്ഥികൾ അവിടുത്തെ അനുഭവം പങ്കുവയ്ക്കുന്ന വീഡിയോയും ഇപ്പോൾ വൈറലാകുന്നു. സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും അവരുടെ ഡോർമിറ്ററിയുടെ ജനാലകളിൽ നിന്ന് മിസൈലുകൾ പോലും അവർ കണ്ടതായും വ്യക്തമാക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ തങ്ങളുടെ ജനാലകളിൽ നിന്ന് ഞങ്ങൾ മിസൈലുകൾ കണ്ടു, ഞങ്ങൾ അയൽപ്പക്കം ബോംബാക്രമണത്തിന് വിധേയമായി, അതൊരു യുദ്ധം പോലെ തോന്നിയെന്നും മിസൈലുകൾ കടന്നു പോകുന്നതും രാത്രിയിൽ ഉച്ചത്തിലുള്ള ശബ്ദങ്ങളും ഞങ്ങൾ കണ്ടു. ഇന്ത്യയിലെത്താൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്റെ സ്വപ്നങ്ങൾ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ഞങ്ങൾ ഇറാനിലേക്ക് മടങ്ങുമെന്നാണ് ഇവർ പറയുന്നത്. അതേസമയം സംഘർഷം തുടരുന്നതിനിടെ ഇറാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന ദൗത്യത്തിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഓപ്പറേഷൻ സിന്ധു എന്ന പേര് ഇട്ടത്. ദൗത്യത്തിന്റെ ആദ്യഘട്ടമായി വടക്കൻ ഇറാനിൽ നിന്നുള്ള 110 ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികളെ അർമീനിയയുടെ തലസ്ഥാനമായ എരവാനിൽ എത്തിച്ചിരുന്നു. ഇവരാണ് ഇന്ന് പുലർച്ചെ ദില്ലിയിലെത്തിയത്. വെബ് ഡെസ്ക് തത്തുമൈ TV.